ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ്റെ പക്കൽ കുറച്ച് അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ യേശുനാഥൻ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ അവരെ കണ്ട് ശകാരിക്കുന്ന ശിഷ്യന്മാരെയും അത് കണ്ട് കോപിക്കുന്ന യേശുവിനെയും പിന്നെ യേശുനാഥൻ അവരെ വിളിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ യേശുനാഥൻ്റെ പ്രത്യേക തരത്തിലുള്ള സ്നേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു സുവിശേഷ ഭാഗം, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുൻപ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചിരുന്ന സുവിശേഷ ഭാഗം, അതായത് 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വിവാഹത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ വലിയൊരു തർക്കത്തിലാണ് യേശുനാഥൻ. അവനോട് പരിസേയർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും, അപ്പം അങ്ങനെ ഒരാൾക്കൂട്ടത്തിൻ്റെയൊക്കെ നടുവിലായിരിക്കണം യേശുനാഥൻ. അപ്പം വളരെ വലിയ ആളുകളുമായി വലിയ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ സംബന്ധിച്ചും ഒരു പ്രാധാന്യവും ഇല്ലായിരുന്ന കുറച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ സമൂഹത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ യേശുവിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു സംസാരത്തിനിടയിൽ അപ്രാധാന്യമുള്ള ഒരു കാര്യം നടക്കുകയാണ്. അവിടെയാണ് യേശുവിൻ്റെ സ്നേഹം നമ്മൾ കാണേണ്ടത്. ഈ ഇത്രയും വലിയ തർക്കങ്ങൾക്കിടയിലും അവൻ ഈ ശിശുക്കളെ കാണുന്നുണ്ട്. അവരെ കൊണ്ടുവന്ന അമ്മമാരെ അവൻ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് അവരെ അടുക്കിലേക്ക് വിളിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവസാനം ഈ ശിശുവിനെ അവിടുത്തെ സംസാര വിഷയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ അപ്രധാനമുള്ള മനുഷ്യരെ പ്രാധാന്യമുള്ള മനുഷ്യരാക്കി മാറ്റുകയാണ്. അത് യേശുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എല്ലാവരെയും അവൻ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്, എല്ലാവരെയും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്ത് ശ്രദ്ധ വേണ്ടവരെയൊക്കെ യേശുനാഥൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ എത്ര തിരക്കിലാണെങ്കിലും, ഏത് വലിയ തർക്കത്തിലാണെങ്കിലും, ഏത് വലിയ മനുഷ്യരോടൊപ്പമാണെങ്കിലും ചെറിയ മനുഷ്യരെയും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ അവൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് യേശുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പം എൻ്റെയും ജീവിതത്തിൽ ഞാൻ എത്ര നിസ്സാരനാണെങ്കിലും യേശുനാഥൻ എന്നെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് തരുന്നുണ്ട്. മാത്രമല്ല, ഇത് എന്നോട് ആവശ്യപ്പെടുന്ന ചിലതുണ്ട്. ഞാനും ഏത് തിരക്കിനിടയിലാണെങ്കിലും, എത്ര വലിയവരോടൊപ്പമാണെങ്കിലും എനിക്ക് ചുറ്റുമുള്ള ചെറിയ മനുഷ്യരെ ശ്രദ്ധിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും എനിക്ക് മനസ്സുണ്ടാവണമെന്നും യേശുനാഥൻ എന്നെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ ചെറിയ മനുഷ്യർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.